وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت، إنما توفون أجورهم يوم القيامة، فمن زحزح عن النار وأدخل الجنة فقد فاز، وما الحياة الدنيا إلا متاع الغرور. صدق الله العظيم. وقال النبي صلى الله عليه وسلم: إذا أمسيت فلا تنتظر الصباح، وإذا أصبحت فلا تنتظر السماء، وخذ من صحتك لمرضك ومن حياتك لموتك، كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ജീവിതത്തിൻ്റെ അനുഗ്രഹീതമായ സുന്ദരമായ നിമിഷങ്ങളിലൂടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രഭാതവും ഒരു ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ച് നൽകി. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. അല്ലാഹുവിനെ വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ച് തഖ്വയുള്ള ഹൃദയവുമായി മുന്നോട്ട് പോകാൻ, ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് ജീവനുള്ള ഏതൊരു വസ്തുവിനെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മൾ സ്നേഹിച്ചവർ, നമ്മെ സഹായിച്ചവർ പലരും ഇന്ന് റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി ആറടി മണ്ണിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു യാഥാർത്ഥ്യമായ ആ ഒരു മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാൻ ജീവിച്ചിരിക്കുന്ന നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ എപ്പോഴും മരണത്തെ അവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഏത് നിമിഷമാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് മരണം സംഭവിക്കുന്നതെന്ന് ആർക്കും നിജപ്പെടുത്താൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ദിവസം ജൂലൈ 30 വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് 2 വർഷം തികയുകയായിരുന്നു. ആ വയനാട് എന്ന് പറയുന്നത് തന്നെ കേരളക്കരയെ ഒന്നാകെ വിറപ്പിച്ച ഒരു സംഭവമായിരുന്നു. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത രീതിയിൽ മനുഷ്യജീവികളെ മൊത്തമായും വളരെ പ്രയാസപ്പെടുത്തിയ, വേദനപ്പെടുത്തിയ രംഗങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് മൺമറഞ്ഞു പോയപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വേർപാടിൽ വിഷമിക്കുന്ന, ഇന്നലെയും നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്, വേർപാടിന്റെ വിഷമത്താൽ ഒരുപാട് കുടുംബങ്ങൾ മക്കളെ നഷ്ടപ്പെട്ട,
മാതാപിതാക്കളെ നഷ്ടപ്പെട്ട, ഭാര്യയും ഭർത്താവിനെയും എല്ലാം നഷ്ടപ്പെട്ട, തൻ്റെ ഒറ്റ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, അയൽവാസികളെ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യജീവികളുടെ വേദനയുടെ, യാതനയുടെ കഥകൾ നമ്മളെല്ലാവരും ഇന്നലെ കണ്ടതാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മനുഷ്യരാശിയോട് മുഴുവനായി പറയുകയാണ്, വിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല നബി തങ്ങൾക്ക് ഇറക്കി കൊടുത്തിരിക്കുന്നു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഏത് ജീവിയെയും മരണം അത് ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ആ ഒരു തീരുമാനം നമ്മിലേക്ക് എത്തിയാൽ, പടച്ച റബ്ബിന്റെ തീരുമാനം ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ നമ്മുടെ ആയുസ്സിന്റെ അവസാനം എങ്ങാനും എത്തിക്കഴിഞ്ഞാൽ അവിടെ വന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. വാപ്പയെ വിളിച്ചിട്ടോ, ഉമ്മയെ വിളിച്ചിട്ടോ, ഭാര്യ ഭർത്താവിനെ വിളിച്ചിട്ടോ, ഭർത്താവ് ഭാര്യയെ വിളിച്ചിട്ടോ ഒരു കാര്യം ഉണ്ടാവുകയില്ല. പടച്ച റബ്ബല്ലേ നമ്മളോട് പറഞ്ഞത്, ആ മരണത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ്, വൈകുന്നേരമായി കഴിഞ്ഞാൽ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്. അതല്ലേ പ്രിയപ്പെട്ടവരെ, രാത്രി കിടന്നുറങ്ങിയവർ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൂണുകൾ കൊണ്ട്, മതിലുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത ഭവനങ്ങളില്ല, അവർ സ്വരൂപിച്ചു വെച്ചിരുന്ന അവരുടെ സമ്പത്തുകളില്ല, അവർ വളർത്തി വലുതാക്കിയ പൊന്നോമന മക്കളില്ല. ജീവിതം മുന്നോട്ട് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ച് വിവാഹം കഴിച്ചവർക്ക് അവരുടെ ഇണകളെ നഷ്ടപ്പെട്ടു, തന്റെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. നമ്മളിന്നും മതിലുകൾക്ക് വേണ്ടി, അതിർത്തികൾക്ക് വേണ്ടി നമ്മളിന്നും സ്നേഹബന്ധങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയൽവാസിയോടുള്ള സ്നേഹങ്ങൾ നമ്മളെല്ലാവരും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത അയൽവാസിയുടെ ആ ഒരു ഭവനത്തിൽ നിന്നും പ്രായമുള്ള ഉമ്മയോ ഉപ്പയോ ഉണ്ടെങ്കിൽ അവരെങ്ങാനും രോഗിയായി കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് വാഹനത്തിലെടുത്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം പോലും ഇല്ല എന്ന് കണ്ടിട്ട് പോലും ഒരൽപ്പം സ്ഥലമൊന്ന് അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കാനുള്ള ഈമാനികമായ ധൈര്യമോ ഈമാനികമായ ആവേശമോ പടച്ച റബ്ബിന്റെ തൃപ്തിയോ പൊരുത്തമോ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തികളാണ് നമ്മിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം കെട്ടിപ്പിടിച്ചു വെച്ചാലും, ഏതെല്ലാം രീതിയിൽ കെട്ടിപ്പടുത്തുയർത്തിയാലും അള്ളാഹുവിന്റെ തീരുമാനം എത്തിക്കഴിഞ്ഞാൽ അതെല്ലാം നശിച്ചു പോകാൻ നിമിഷ നേരം മതിയാകും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് റബ്ബ് തന്നതിനെ മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുവാൻ, അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് യഥാർത്ഥ മുഅ്മിനായി മരണപ്പെടാൻ, ആ ഒരു ഈമാനുള്ള മരണത്തിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം കൊണ്ട് നമ്മെ പ്രയോജനപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖുദു മിൻ സിഹതിക ലിമർളിക, രോഗിയാകുന്നതിന് മുമ്പ്, നമ്മുടെ ശരീരത്തിൽ രോഗം പിടിപെടുന്നതിന് മുമ്പ് ആ ആരോഗ്യത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ കൈകാലുകൾ കൊണ്ട്, നമ്മുടെ ശരീരങ്ങൾ കൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ തലച്ചോറ് കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രവർത്തിക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്ത് ആ ഒരു രോഗത്തിൽ നിന്നും, ആ ഒരു രോഗം പിടിപെടുന്നതിന് മുമ്പും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരികയാണ്. വീണ്ടും പറയുന്നു, വമിൻ ഹയാതിക ലിമൗതിക, നിന്റെ മരണം എത്തുന്നതിന് മുമ്പ്, നിന്നെ മരണം പിടികൂടുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിനെ നീ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് മഹാനവർകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ജീവിതത്തിൽ
ഈ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇന്നെങ്ങാനും ഈ ജുമുഅ സമയത്തെങ്ങാനും നമ്മുടെ റൂഹ് പിരിഞ്ഞു പോയാൽ നമുക്ക് ആർക്കെങ്കിലും രക്ഷയുണ്ടെന്ന്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ ഒരു ശിക്ഷയിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഉറപ്പോടുകൂടി പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരെയെല്ലാം വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മൾ ആരെയെല്ലാം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ആരെയെങ്കിലും നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാഹി സത്യം, ഈ ദുനിയാവിൽ നമ്മൾ ഏതെല്ലാം രീതിയിൽ നല്ലവനാണെന്ന് ആര് പറഞ്ഞാലും നമ്മളുടെ വാക്കുകൊണ്ട് ഏതൊരു ഹൃദയമാണോ വേദനിച്ചിട്ടുള്ളത്, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ആ ഒരു വിചാരണയ്ക്ക് ശേഷമുള്ള പ്രതിഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ മനുഷ്യൻ എന്തെല്ലാം നന്മ തിന്മകൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാ പ്രതിഫലങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ അവന് പൂർണ്ണമായും ലഭിക്കുന്നതാണ്. വീണ്ടും വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു, ഫമൻ സുഹ്സിയ അനിന്നാർ, നരകത്തിൽ നിന്നും അകറ്റപ്പെട്ട, വദഖിലൽ ജന്നത ഫഖദ് ഫാസ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ വിജയി എന്ന് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ ആ ആയത്തിന്റെ അവസാനമായി നമുക്ക് പറഞ്ഞു തരികയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവെന്ന് പറയുന്ന ജീവിതമുണ്ടല്ലോ, എന്തെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയെല്ലാം നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്, എന്തെല്ലാം നമ്മൾ സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടുന്നുണ്ട്, ഏതെല്ലാം രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവിടുന്നുണ്ട്. നിക്കാഹിന്റെ കർമ്മങ്ങളിലാണെങ്കിലും പാലുകാച്ചിന്റെ കർമ്മങ്ങളിലാണെങ്കിലും ഏത് വീടിന്റെയോ കുടുംബത്തിന്റെയോ സമുദായത്തിന്റെയോ ഏത് പരിപാടികളിലാണെങ്കിലും പരിശുദ്ധമായ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരായ നമ്മുടെ പൊന്നു മക്കൾ ഉൾപ്പെടെയുള്ളവര് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ വിറ്റ് ജീവിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവെന്ന് പറയുന്നത് വഞ്ചനയുടെ ഭവനമാണ്, ദുനിയാവെന്ന് പറയുന്നത് നശ്വരതയുടെ ഭവനമാണ്, ദുനിയാവെന്ന് പറയുന്നത് എല്ലാം വേർതിരിഞ്ഞു പോകുന്ന ഭവനമാണ്, ദുനിയാവെന്ന് പറയുന്നത് എല്ലാം ഇവിടെ നിർത്തിയിട്ട് പോകേണ്ട ഭവനമാണ്, ദുനിയാവെന്ന് പറയുന്നത് എല്ലാം നമ്മിൽ നിന്നും നശിച്ചു പോകുന്ന ഭവനമാണ്, ദുനിയാവെന്ന് പറയുന്നത് കൺകുളിർമ എന്ന് നമുക്ക് തോന്നുന്ന, നമ്മുടെ കണ്ണുകളിൽ കളർഫുൾ ആണെന്ന് കാണുന്നത് മുഴുവനും അടിഞ്ഞു പോകുന്ന, മാഞ്ഞു പോകുന്ന ഒരു ഭവനമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക്, നമ്മുടെ പ്രിയപ്പെട്ട വീട്ടിന്റെ ഗൃഹനാഥന്മാർക്ക്, നമ്മുടെ ഉമ്മമാരാണെങ്കിലും നമ്മുടെ ഉപ്പമാരാണെങ്കിലും വിശുദ്ധമായ ഖുർആൻ അവരോട് ഒരു വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് നമ്മളോട് പറയുന്ന ഒരു കൽപ്പനയുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങൾ മോചിപ്പിക്കണേ, നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മുടെ വീട്ടിലെ ഗൃഹനാഥന്മാരോട് കൽപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ ഇങ്ങനെ വളരണം, നമ്മുടെ ഭാര്യ എങ്ങനെ ജീവിക്കണം, എൻ്റെ തൊഴിൽ എങ്ങനെയുള്ളതാകണം, എൻ്റെ സമ്പാദ്യം ഏത് രീതിയിലാകണം എന്നെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സുബഹിയുടെയും മഗ്രിബിന്റെയും നമസ്കാരത്തിന് ശേഷം അതേ മുസല്ലിയിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്ന്
അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 7 തവണ നിങ്ങൾ നരകത്തിൽ നിന്ന് റബ്ബിനോട് മോചനം കേൾക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ അതിനൊന്നും നമുക്കാർക്കും സമയമില്ല. ദുനിയാവ് നശ്വരതയുടെ വഞ്ചനയുടെ എല്ലാം ഇവിടെ ഇട്ടേച്ചു പോകേണ്ട ദുനിയാവിന് വേണ്ടി പരലോകത്തെ മറന്നുകൊണ്ട് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഓർക്കണം, നാളെ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ ഈമാൻ നിറച്ച് ഈമാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് യഥാർത്ഥ മുഅ്മിനായി മരണപ്പെടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അൽതാഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ട സഹോദരന് പൂർണ്ണമായ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലിൽ മേജർ സർജറിയാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ആ ഒരു ദുആയിൽ പ്രിയപ്പെട്ട സഹോദരനെയും നമ്മൾ ഉൾപ്പെടുത്തണം. എന്ത് ബുദ്ധിമുട്ടാണോ പ്രിയപ്പെട്ട സഹോദരൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ സ്നേഹിക്കുന്ന ആരെല്ലാം രോഗികളായി കഴിയുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാമിലായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന, വേദനിക്കുന്ന, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദുരിതത്താൽ, ദുരന്തത്താൽ, ദാരിദ്ര്യത്താൽ എന്തെല്ലാം നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി ഓരോ മനുഷ്യരും ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം എല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആപത്ത് അപകടങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പരിശുദ്ധ സ്വർഗ്ഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. معشر المسلمين رحمكم الله، الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. إذا صعد الخطيب على المنبر فلا يتكلمن أحد، ومن تكلم فقد لغى، ومن لغى فلا جمعة له. استمعوا يغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور الرحيم. السلام عليكم. الله أكبر الله أشهد أن لا إله إلا الله، أشهد أن لا إله إلا الله، أشهد أن محمدا رسول الله، أشهد أن محمدا رسول الله. حي على الصلاة، حي على الصلاة.
لا